അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോൺക്രീറ്റ് പാലമെന്ന ആവശ്യം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്നതായി പരാതി. നിലവിൽ ഇവിടെയുള്ള പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. അയ്യപ്പൻകോവിലിൽ നിലവിലുള്ള പാലത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുരാതന ക്ഷേത്രത്തിലേക്കും കോഴിമല സ്വരാജ് തുടങ്ങിയ മേഖലകളിലേക്കും വാഹനയാത്ര നടത്തുന്നത് ഈ സിമന്റ് പാലത്തിലൂടെയാണ്. എന്നാൽ ഇടുക്കി ജലാശയത്തിൽ വെള്ളം നിറയുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാകും. ഇതോടെ വാഹനയാത്രാ മാർഗവും തടസ്സപ്പെടും. പിന്നീട് തൂക്കുപാലത്തെയാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നമുക്ക് ഈ അക്കരെ എത്തുന്ന തലത്തിൽ ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തരാമെന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു അപേക്ഷയായിരുന്നു. തരാമെന്ന് സർക്കാർ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇവിടെ ജോസ് ജോർജ് എം പി മത്സരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം ഇവിടെ പാലം പണി തരാമെന്ന് വളരെ ആവശ്യത്തോടെ എല്ലാവരോടും വന്ന് വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു. അതിനുശേഷം അത് കഴിഞ്ഞ് റോഷേഷൻ MLA ആയി ആദ്യം പാലുന്നപ്പോൾ ഇവിടെ MLA ആയിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് അയ്യപ്പൻകോവിലിൽ ഞാൻ തൂക്കുപാലത്തിനോട് ചേർന്ന് ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചു തരുന്നതായിരിക്കും, അതിനുവേണ്ടി എൻ്റെ അടുത്ത ശ്രമം അതാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഒത്തിരി വാഗ്ദാനങ്ങളെല്ലാം കൊണ്ടുപോയതാണ്. പക്ഷേ യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല. ഇടയ്ക്ക് പത്രങ്ങളിൽ ഇങ്ങനെ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്നൊക്കെ വന്നതല്ലാതെ പിന്നീട് അതിനെപ്പറ്റി യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഒരു കോൺക്രീറ്റ് പാലം അക്കരെ ബന്ധിപ്പിക്കുന്ന വെള്ളം കയറി കിടന്നാലും ജനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ പാലത്തിന്റെ കൽക്കെട്ടുകൾ ഇടിഞ്ഞ് കോൺക്രീറ്റ് കമ്പികൾ ദ്രവിച്ച് പുറത്തേക്ക് തള്ളിയ നിലയിലാണ്. പുതിയ പാലത്തിനായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു പോകുന്നതല്ലാതെ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എത്രയും വേഗം വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം.